ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള തരിസാപ്പള്ളി ശാസനമാണ് നോക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. ഇത് പുറപ്പെടുവിക്കുന്നത് AD 849 കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന ഏറ്റവും പഴയ പ്രാചീന രേഖയും തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് അയ്യനടികൾ തിരുവടികളാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുമ്പോൾ കുലശേഖര രാജാവായിരുന്നത് സ്ഥാണു രവിവർമ്മയായിരുന്നു. പെരുമാൾ രാജാവായ സ്ഥാണു രവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുത്തതിൻ്റെ വിവരങ്ങളാണ് ഈ തരിസാപ്പള്ളി ശാസനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ കച്ചവട സംഘമായ അഞ്ചുവണ്ണം, മണിഗ്രാമം ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനവും തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ്. കോട്ടയം ചെപ്പേട്, സ്ഥാണു രവി ശാസനം എന്നീ പേരുകളിലും തരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നുണ്ട്. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യാനി നേതാവാണ് മാർ സാപ്പിർ ഈശോ. ഇനി അതുപോലെ തന്നെ ജൂതശാസനം കൂടി ഒന്ന് നോക്കാം. AD 1000 ഭാസ്കര രവിവർമ്മൻ 1 കാലത്ത് തയ്യാറാക്കപ്പെട്ട ശാസനമാണ് ജൂതശാസനം. ജൂതശാസനത്തിൽ ഏത് പേരിലാണ് മുസിരിസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മുയിരിക്കോടെന്നാണ് മുസിരിസിനെ ജൂതശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി ജൂത തലവനായ ജോസഫ് റബ്ബാന് പലവിധ ഉടമസ്ഥാവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ശാസനമായിരുന്നു ജൂതശാസനം. ഇനി പ്രധാനപ്പെട്ട ശാസനങ്ങൾ നോക്കാം. വാഴപ്പള്ളി ശാസനം രാജശേഖരവർമ്മനാണ് പുറപ്പെടുവിക്കുന്നത്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് അയ്യനടികൾ തിരുവടികൾ. പാലിയം ശാസനം പുറപ്പെടുവിക്കുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് ശ്രീ വല്ലഭൻ കോത. ജൂതശാസനം പുറപ്പെടുവിക്കുന്നത് ഭാസ്കര രവിവർമ്മൻ 1. തിരുനെല്ലി ശാസനം പുറപ്പെടുവിക്കുന്നത് ഭാസ്കര രവിവർമ്മ. മണലിക്കര ശാസനം രവി കേരളവർമ്മൻ. തിരുവതി ശാസനം വീരരാമവർമ്മ. ചോക്കൂർ ശാസനം ഗോദാ രവിവർമ്മ. ഹജൂർ ശാസനം കരുനന്തടയ്ക്കൽ. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.